ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആട്ടോ. എപ്പോഴും മധുരം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ സ്പൈസി അല്ല സ്നാക്ക് കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി തന്നെയാണല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാനും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബജി മുളകാണ് എടുത്തുന്നത്. ഈ ബജി മുളകിൽ നിന്ന് എരിയുള്ള മുളകുണ്ട്, എരില്ലാത്ത മുളകുണ്ട്. അപ്പോൾ ഇവിടെ എത്ര വലുപ്പമല്ല എരില്ലാത്ത മുളക് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടിക്കണേ. അപ്പോൾ ഒരു നുള്ളു പുളി വെള്ളത്തിലിട്ടിക്കണേ. അത് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ കാമ്പ് മാത്രമാക്കി തൊലി ആ കൂരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ കാമ്പ് മാത്രമാക്കി എടുത്തിക്കണം. ഇനി അതിലേക്ക് കുറച്ച് മുളകും പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ മുളകും പൊടി ഉപ്പും അതേപോലെ പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു മധുരം ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് അത് മുക്കി പൊരിക്കാല മാവ് തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് 4 കയ്യിൽ കടലമാവാണ് ഞാൻ എടുത്തുള്ളത്. ഒരു 4 കയ്യിൽ കടലമാവിന് ഒരു 1.5 കയ്യിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. സാധാരണ എരിവുള്ള മുളകും പൊടിയാണെങ്കിൽ കുറച്ച് മതി. ഞാൻ കാശ്മീരി മുളകും പൊടി അതുകൊണ്ട് കുറച്ച് കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കായാണ്. അപ്പോൾ ഞാൻ കായ ഇല്ലാത്തതുകൊണ്ട് തന്നെ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി, ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ടൈറ്റ് ആവും ചെയ്ത് നല്ലോണം ലൂസാവും ചെയ്യരുത്. കുറച്ചൊരു മുക്കി പൊരിക്കുമ്പോൾ ആ മാവ് മുളകിൻ്റെ പോലത് പോരാത്ത രീതിയിൽ ഇതുപോലത്തെ ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് മുളകിൻ്റെ ഉള്ളൊന്ന് കീറണം. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ട് എല്ലാം ഒന്ന് വരഞ്ഞ് കൊടുക്കണം. കൂടുതൽ കൂരൊക്കെ മുളകിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കുറച്ച് കൂരൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഏത് കൂരാണ് ഇപ്പോൾ എരിണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിയാതെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂര നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് മുളകൊക്കെ കലക്കി വെച്ചില്ലേ, ആ മുളകിൻ്റെ വെള്ളം നമുക്ക് ഇതിനുള്ളിൽ ഒന്ന് തേച്ച് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് മുളകിൻ്റെ വെള്ളത്തിന് നല്ല ടൈറ്റ് വേണം. നല്ല ലൂസാകുമ്പോൾ മുളകിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചിറങ്ങും. ഇനി അതുപോലെ തന്നെ നമ്മൾ മുളകിൻ്റെ പുളിൻ്റെ വെള്ളമൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് മുളകിൻ്റെ ഉള്ളിലേക്ക് തേച്ച് കൊടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടാക്കാൻ വെച്ചിരിക്കണ എണ്ണയൊക്കെ, അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായ എണ്ണയൊക്കെ വന്നിക്കണേ. അതിലേക്ക് നമ്മൾ കടലമാവിൽ മുക്കിയിട്ട് നമ്മൾ മുളക് ഇതേപോലെ ഒന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് ഇട്ട് കൊടുക്കേണ്ട എണ്ണ മുളക് മുങ്ങാൻ മാത്രമല്ല എണ്ണ വേണം. ഞാൻ ഒഴിച്ചു കൊടുത്ത എണ്ണ കുറച്ച് കുറഞ്ഞിക്കണേ. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല മുളകൊക്കെ മുങ്ങാൻ മാത്രമല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടുവേണം നല്ലൊരു ഗോൾഡൻ നിറമാക്കി എടുക്കണം കേട്ടോ. കുറച്ചൊക്കെ നല്ല ചെറിയ തീയിലിട്ടാണ് നല്ല ഗോൾഡൻ നിറമാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. നല്ലോണം പുറമൊക്കെ നല്ലോണം വെന്ത് നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ നിറമാക്കി എടുത്തിട്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അങ്ങനെ നമ്മൾ എത്ര മുളകാണോ പൊരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മുളകൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് പൊരിച്ച് കോരട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഈവനിങ് ഒക്കെ നോക്കുമ്പോൾ സ്പെഷ്യൽ ആക്കാം. എന്നും മധുരമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നൊരു സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനിയും വരാം. കഴിച്ചാലും മറക്കാത്ത റെസിപ്പി ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂലേ.